ഹലോ ഗൈസ്, നമ്മളുള്ള മലയാളം ഫോർഡിൽ എക്കോസ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ മോഡൽ SE ഫസ്റ്റ് ലുക്കിന് വേണ്ടിയാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഫ്രണ്ടിൽ നോക്കിയാൽ കാര്യമായ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ജസ്റ്റ് ഒരു ചേഞ്ച് വന്നിരിക്കുന്ന പ്രൊജക്ടർ LED ഹെഡ് വന്നിട്ടുണ്ട് എന്നുള്ളൊരു വ്യത്യാസം മാത്രമാണ് വന്നിട്ടുള്ളത്. വേറെ ഫോഗ് ലാംപ്സോ അല്ലെങ്കിൽ ഡിസൈനിലോ കാര്യങ്ങളോ ഒന്നും ഫ്രണ്ടിൽ കാര്യമായിട്ടുള്ള ഡിസൈൻ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ സൈഡിലേക്ക് വരുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സെയിം അലോയ് വീൽസും ഡിസൈനും കാര്യങ്ങളും എല്ലാമാണ് വന്നിട്ടുള്ളത്. പക്ഷേ പ്രധാനമായിട്ടുള്ള മാറ്റം വന്നിട്ടുള്ളത് നമ്മൾ റിയറിലേക്ക് വരുമ്പോഴാണ്. കാരണം റിയറിലേക്ക് വരുമ്പോൾ സ്പെയർ വീൽ പുതിയ മോഡലിന് SE മോഡലിന് വരുന്നില്ല. ഇതേ സെയിം ഡിസൈൻ തന്നെയാണ് ഇൻ്റർനാഷണൽ മോഡലിൽ വരുന്നത്. എക്കോസ്പോർട്ടിൻ്റെ ഫേസ് ലിഫ്റ്റ് വന്ന സമയത്താണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ മോഡലിന് സ്പെയർ വീല് അവർ മാറ്റിയത്. പക്ഷേ ഇന്ത്യസ് മോഡലിൽ സ്പെയർ വീല് നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ത്യൻ കസ്റ്റമേഴ്സ് കുറച്ചൊരു SUV ലുക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ ബാക്കിൽ സ്പെയർ വീല് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ലുക്ക് ശരിക്കും ഇൻ്റർനാഷണൽ മോഡലിൻ്റെ സെയിം ലുക്കാണ് വരുന്നത്. ഓൾറെഡി ഇന്ത്യയിൽ ഈ മോഡൽ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മാത്രമാണ് ഇന്ത്യയിൽ ഈ ഒരു ഡിസൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ടെയിൽ കംപ്ലീറ്റ് ഡിസൈൻ തന്നെ മാറിയിട്ടുണ്ട്. കാരണം ഈ ഡോറിൻ്റെ ഡിസൈൻ എല്ലാം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. പക്ഷേ ടെയിലാം നോക്കി കഴിഞ്ഞാൽ കുറച്ച് ചേഞ്ചസ് മാത്രമാണ് വന്നിട്ടുള്ളത്. കാര്യമായിട്ടുള്ള ചേഞ്ചസ് വന്നിട്ടില്ല. ശരിക്കും ചേഞ്ചസ് വന്നിട്ടുള്ള ഈ ഒരു ഡോറിൻ്റെ ഈ പാറ്റേൺ ആണ്. കാരണം മറ്റു മോഡലിന് ഇവിടെയാണ് വന്നിട്ടുള്ളത് സ്പെയർ വീൽ വന്നിട്ടുള്ളത്. അത് ഞാൻ ഓൾറെഡി കാണിച്ചു തരാം. പിന്നെ ഇവിടെ നോക്കിയാൽ ലോവർ ബമ്പറും കാര്യങ്ങളെല്ലാം ഒരു ഫേക്ക് സ്കിറ്റ്സും കാര്യങ്ങളെല്ലാം വരുത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ക്യാമറയുടെ പൊസിഷനും ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. കാരണം ക്യാമറ ഇവിടെയാണ് പുതിയതായിട്ട് വരുന്നത്. ശരിക്കും ഈ ബാക്കിലിട്ടേ ഈ ഒരു സ്പെയർ വീൽ പോയപ്പോൾ തന്നെ കംപ്ലീറ്റ്ലി ഒരു ലുക്ക് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. പുതിയ എക്കോസ്പോർട്ടിൻ്റെ SE മോഡലിൽ സ്പെയർ വീൽ വരുന്നില്ല. സ്പെയർ വീലിന് പകരം നമുക്ക് വരുന്നത് ഒരു പഞ്ചർ കിറ്റാണ് വരുന്നത്. സോ ഇതാണ് ബൂട്ടും കാര്യങ്ങളെല്ലാം വരുന്നത്. ബൂട്ടെല്ലാം പഴയ മോഡലിൽ സെയിം തന്നെയാണ്. നമ്മുടെ പഞ്ചർ കിറ്റ് വരുന്നത് ഇവിടെയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ പങ്ക്ചർ റിപ്പയറിങ് കിറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ സീലൻ്റ് വരുന്നത്. ഈ സീലൻ്റ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ബാക്കിൽ ഇത് ടയറിലേക്ക് കണക്ട് ചെയ്യണം, എയർ കണക്ട് ചെയ്യാൻ വേണ്ടി. അതുപോലെ ഇതിനകത്ത് 12 വോൾട്ട് സോക്കറ്റും ഉണ്ട്. 12 വോൾട്ട് സോക്കറ്റിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് ശരിക്കും ഇത് യൂസ് ചെയ്യുന്നത്. ഇത് ശരിക്കും അവർ ഉദ്ദേശിക്കുന്ന അർബൻ കസ്റ്റമേഴ്സിനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ എക്കോസ്പോർട്ടിൻ്റെ ആ ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം തന്നെ ഈ SE മോഡലിൽ നിലനിർത്തിയിട്ടുണ്ട്. അർബൻ കസ്റ്റമേഴ്സിനെ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യണം. കാരണം വളരെ ഈസി ആയിട്ട് ഒരു 5 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഒരു പഞ്ചർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പഞ്ചർ റിപ്പയർ ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. നമുക്ക് ഈ പഞ്ചർ സീലിംഗ് കിറ്റ് ഉപയോഗിച്ച് ഏകദേശം 80 കിലോമീറ്റർ സ്പീഡിൽ 200 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ പറ്റും. സോ നമുക്ക് അടുത്തുള്ളൊരു ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും റിമോട്ട് ഏരിയയിലാണ് പെട്ടുപോകുന്നത്, നമുക്ക് അടുത്തുള്ള സ്ഥലത്തേക്ക് എത്താൻ സാധിക്കും. ഇൻറ്റീരിയറിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ഒരു അഡീഷണൽ ഫീച്ചർ വന്നിട്ടുണ്ട്. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം വന്നിട്ടുണ്ട്. അതാണ് എക്കോസ്പോർട്ട് SEയിൽ വന്നിരിക്കുന്ന മെയിനായിട്ടൊരു മാറ്റം. ബാക്കി ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും കാര്യങ്ങളും നമ്മുടെ ഫേസ് ലിഫ്റ്റിൽ വന്ന ചേഞ്ചസും കാര്യങ്ങളും എല്ലാമാണ് പുതിയ മോഡലിൽ വന്നിട്ടുള്ളത്. എക്കോസ്പോർട്ടിൽ 2 എഞ്ചിൻ ഓപ്ഷൻസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 1.5 ലിറ്റർ പെട്രോളും 1.5 ലിറ്റർ ഡീസലും. പെട്രോളിൻ്റെ പവർ വരുന്നത് 123 HP, ഡീസലിൻ്റെ പവർ വരുന്നത് 100 HP ആണ് വരുന്നത്. അതുപോലെ തന്നെ മൈലേജ് വരുന്ന ഡീസലിന് 21.7ഉം പെട്രോളിന് 15.8ഉം ആണ് വരുന്നത്. പ്രൈസ് നോക്കി കഴിഞ്ഞാൽ എക്കോസ്പോർട്ട് SE വരുന്നത് പെട്രോൾ 10.5 lakhs ഡീസലിന് വരുന്നത് 10.99 lakhs ആണ് വരുന്നത്. ശരിക്കും ബാക്ക് തന്നെയാണ് ഒരു ഡിസൈൻ കംപ്ലീറ്റ്ലി. ഇത് ഒരുപാട് ആളുകൾ എക്സ്പെക്ട് ചെയ്തൊരു മോഡലാണ്. കാരണം നോർത്ത് അമേരിക്കയിലും യൂറോപ്പിലെല്ലാം ഇതേ സെയിം ഡിസൈൻ തീമാണ് എക്കോസ്പോർട്ടിന് വർഷങ്ങളായിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിൽ മാത്രമാണ് നമ്മുടെ സാധാരണ സ്പെയർ വീൽ ഉള്ള ഒരു ഡിസൈൻ ഉണ്ടായിരുന്നത്. സോ നമുക്കൊരു സ്പെയർ വീലുള്ള മോഡൽ കാണാം. സോ ഇതാണ് നമ്മുടെ സാധാരണ മോഡൽ. സാധാരണ സ്പെയർ വീൽ റിയർ മൗണ്ടഡ് വരുന്ന മോഡൽ ഇതാണ്. സോ ഇതിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ ഭയങ്കര ഡിഫറൻസ് ആണ് ഫീൽ ചെയ്യുന്നത്. കാരണം ഈ ഒരു ടെയിൽ ഗേറ്റിൻ്റെ കംപ്ലീറ്റ് ഡിസൈനും കാര്യങ്ങളും എല്ലാം തന്നെ ഡിഫറൻസ് ആണെന്നുള്ളത്. നല്ല ചങ്കി ആയിട്ടുള്ളൊരു സ്പെയർ വീൽ തന്നെയാണ് വരുന്നിരുന്നത്. ശരിക്കും ഇതൊരു SUV ലുക്കാണെങ്കിൽ മറ്റേത് കുറച്ചുകൂടി കുറച്ചൊരു മോഡേൺ ഡിസൈനാണ് മറ്റു മോഡലിന് വന്നിട്ടുള്ളത്. സോ ഇതാണ് പ്രധാന മാറ്റം വന്നിട്ടുള്ളത്. ഈ ഒരു ഡിസൈനും ഈ ഒരു ഭാഗത്തെ ഡിസൈനും കാര്യങ്ങളെല്ലാം തന്നെ കുറച്ചും ഡിസൈൻ, കാരണം കുറച്ചുകൂടി ഫ്ലാറ്റായിട്ടാണ് മറ്റേ മോഡൽ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ലോവർ ബമ്പറിൻ്റെയും ഡിസൈൻ കുറച്ചുകൂടി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനാണ് വന്നിട്ടുള്ളത്. സോ ശരിക്കും ഈ കർവിനെസ് ഇവിടെ തന്നെയാണ് മെയിൻ ഒരു ഡിഫറൻസ് വന്നിട്ടുള്ളത്. കാരണം ഇവിടെ കുറച്ചും കർവി ആണെങ്കിൽ മറ്റേ കുറച്ചൊരു ബോക്സ് ആയിട്ടുള്ള ഡിസൈനാണ് വന്നിട്ടുള്ളത്. സോ ഇത് മാത്രമാണ് പ്രധാനമായിട്ടുള്ള മാറ്റം വന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ എക്കോസ്പോർട്ട് SEയുടെ ഒരു ഫുൾ റിവ്യൂ ഉടനെ തന്നെ പൈലറ്റ് റിവ്യൂസിൽ വരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. So this is Vibin PG signing off. See you in another video.